രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുള്ള ഫോട്ടോ വെച്ച് അപമാനിക്കുന്നതായി ചൂണ്ടിക്കാട്ടി ടി സിദ്ദിഖ് MLA-യുടെ ഭാര്യ ഷറഫുന്നിസ സൈബർ ഇടങ്ങളിൽ അശ്ലീല പ്രചാരണത്തിനെതിരെ കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. വർഷങ്ങളായി വേട്ടയാടൽ തുടരുകയാണെന്ന് ഷറഫുന്നിസ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെയും കുടുംബത്തെയും കുറിച്ച് അപകീർത്തിപ്പെടുത്തുന്നത് അതെനിക്ക് അംഗീകരിക്കാൻ പറ്റൂല. അത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് 10 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ വേട്ടയാടൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഒരിക്കലും ഞാൻ പ്രതികരിക്കാറില്ല. പക്ഷെ ഇനിയും പ്രതികരിക്കാതെ നിൽക്കാൻ കഴിയില്ല എന്ന് തോന്നലിനാണ് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയത്. രമ്യ ദാസ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. രമ്യ, എന്തൊക്കെയാണ് ഷറഫുന്നിസ ഈ പരാതിയിൽ പറയുന്നത്? ആരാണ് ഈ സൈബർ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത്? ബിനിൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണങ്ങൾക്ക് പിറകെയാണ് ഇത്തരത്തിൽ ടി സിദ്ദിഖ് MLA-യുടെ ഭാര്യയ്ക്കെതിരെയും, അതായത് ടി സിദ്ദിഖ് MLA-യെയും അതുപോലെ തന്നെ ഭാര്യയെയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും നിൽക്കുന്ന ഒരു ഫോട്ടോ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു ഇവരെ ചിത്രീകരിച്ചുകൊണ്ട് ഒരു മോശമായ കമന്റ് ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. ഇതിനെതിരെയാണ് ടി സിദ്ദിഖ് MLA-യുടെ ഭാര്യ ഷറഫുന്നിസ ഇപ്പോൾ കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത്. അതായത് ഇവർ പറയുന്നത്, ഇത്തരത്തിൽ പൊതുപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും വിവാദങ്ങളോ മറ്റോ ഉണ്ടാകുമ്പോൾ തന്നെയും കുടുംബത്തെയും വേട്ടയാടുന്നത് വർഷങ്ങളായി തുടരുന്ന ഒരു നടപടിയാണ്. താൻ ഇതുവരെ ഇതിനൊന്നും പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഇനി ഇത്തരത്തിലൊരു നടപടിയെടുക്കാതെ അല്ലെങ്കിൽ ഒരു നിയമ നടപടിയില്ലാതെ പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇവർ ഇപ്പോൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. അതായത് ശശികല റഹീം, KK ലതിക, ബിവിജ കാലിക്കറ്റ് എന്നീ 3 പ്രൊഫൈലുകളിൽ നിന്നാണ് ഇത്തരത്തിൽ ഇവർ പരാതി നൽകിയിട്ടുള്ളത്. കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്കാണ് ഇന്ന് പരാതി നൽകിയിട്ടുള്ളത്. ഈ 3 പ്രൊഫൈലുകളിലാണ് ഇവരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ പോസ്റ്റുകൾ വന്നിട്ടുള്ളത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഇവർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത്. അതായത് ഇവർ പറയുന്ന മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ ഇടതുപക്ഷ സഹയാത്രികർ എന്ന് പറയുന്നവർ സ്ത്രീകളുടെ ഉന്നമനത്തിനും അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വേണ്ടി നിരന്തരം പോരാടുന്നവരാണ്. ഇവരാണ് ഇത്തരത്തിൽ തന്നെയും കുടുംബത്തെയും ഇത്തരത്തിൽ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ആ പോസ്റ്റുകൾക്ക് താഴെ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയും അതിന് താഴെ വളരെ മോശമായ രീതിയിലാണ് കമന്റുകൾ വന്നിട്ടുള്ളത്. ഇതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അല്ലാതെ പലതവണയായി ഇത്തരത്തിൽ ഓരോ പ്രശ്നം വരുമ്പോഴും തന്നെയും കുടുംബത്തെയും മോശമായി ചിത്രീകരിക്കുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്. അപ്പോഴൊന്നും താൻ പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഇനി ഇത്തരത്തിൽ വരുന്ന പോസ്റ്റുകൾക്കും മോശം കമന്റുകൾക്കും എല്ലാം പ്രതികരിക്കാതെ നിവർത്തിയില്ല. താൻ ഒരിക്കലും പ്രതികരിക്കാതിരുന്നുകൊണ്ടാണ് ഇത് കൂടുതലായി വന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇവർ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. എന്തുതന്നെയായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. MLA-യുടെ ഭാര്യയാണ് സൈബർ ആക്രമണത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. രമ്യ ദാസാണ് വിവരങ്ങൾ നൽകിയത്.